ദൈവത്തെ മറന്നു പോകുന്നോരേ, ലോകം തരാത്തതാം ശാശ്വത ശാന്തിയേകാൻ യേശു നിന്നെ വിളിച്ചിടുന്നു. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ ഒരു പഴഞ്ചൊല്ലിനെ കുറച്ചുകൂടി എംഫസിസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഗോസ്പൽ പാസേജ്. യേശു പറയും, ഇപ്പോൾ ചുറ്റും ചില പ്രവാചകന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല, അവർ വ്യാജ പ്രവാചകന്മാരാണ്, നിങ്ങളവരെ സൂക്ഷിച്ചു കൊള്ളണം. എന്നിട്ട് യേശു പറയും, ഇവരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് അതിൻ്റെ ഫ്രൂട്ടിൽ നിന്നാണ്. അതിൻ്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കിയാണ് ആ വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, നല്ലതാണോ ചീത്തയാണോ എന്ന്. അതേ കണക്ക് നമ്മൾ ഓരോരുത്തരും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ആക്ഷൻസിലൂടെയാണ്, അവരുടെ ജീവിത രീതിയിലൂടെയാണ്. അങ്ങനെ ഈ റൂട്ട് ഫോമിലോട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ യേശു ദ ഗോസ്പലിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചിലതൊക്കെ നല്ലതെന്ന് തോന്നും, പക്ഷെ അത് നല്ലതല്ല. പ്രിയമുള്ളവർ, ജീവിതത്തിൽ ചില മനുഷ്യരൊക്കെ വരുന്നത് ഏറ്റവും മനോഹരമായ ഇടപെടലോട് കൂടിയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ അതാണ് നല്ലതെന്നും അത് മാത്രമാണ് നല്ലതെന്നൊക്കെ ചിന്തിക്കില്ലേ? പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ചില മനുഷ്യരില്ലേ, നമ്മളുടെയൊക്കെ ഉള്ളിലെ നന്മകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ചില മനുഷ്യർ. അത്രയും കാലം നമ്മൾ സൂക്ഷിച്ചിരുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെയും മനുഷ്യരുമായുള്ള സ്നേഹത്തെയൊക്കെ ചില മനുഷ്യർ കടന്നു വന്ന ശേഷം അത് അപ്പാടെ ഇല്ലാതായി പോകുന്ന ചില ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ലേ? എന്നാൽ വേറെ ചില മനുഷ്യരുണ്ട്, അവർ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ ജീവിതം ഇത്രത്തോളം മനോഹരമാണെന്നും സുന്ദരമാണെന്നും. ഇങ്ങനെ ചില മനുഷ്യരൊക്കെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ നമുക്കത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും മനസ്സിലാകില്ല. പക്ഷേ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ആ ഫലത്തിൽ നമുക്ക് മനസ്സിലാകും അതൊന്നും അത്ര നല്ലതായിരുന്നില്ല, ചിലതൊക്കെ ഏറ്റവും മനോഹരമാണ്. അങ്ങനെ നല്ലത് എന്നറിയുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കാനും മോശമെന്നറിയുമ്പോൾ അതിനെ വെട്ടിക്കളയാനുമുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒത്തിരി സംസാരിക്കുകയും അവബോധം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളെല്ലാവരും. ഇന്നത്തെ യുവതലമുറയെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവരാരുടെ തോളിലാണ് ചാരി നിൽക്കുന്നത്, അവരാരുടെ കരങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുഞ്ഞു മക്കളെയൊക്കെ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴോ ചാരിയ ആ തോളും എപ്പോഴോ ചേർത്ത് പിടിച്ച ആ സൗഹൃദങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിലേക്കാണ് വഴിതെറ്റിക്കുന്നതെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി വരാൻ നിങ്ങൾക്ക് സാധിക്കണം. നല്ലതെന്ന് തോന്നി ഇടപെട്ട സാഹചര്യങ്ങളും മനുഷ്യരുമൊക്കെ മോശമാണെന്നറിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ വേണ്ടി നിൽക്കുന്നത്? ബോധപൂർവം ചില ഇടത്തിൽ നിന്നൊക്കെ മാറിപ്പോകാനുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ചില മനുഷ്യരൊക്കെ വ്യാജപ്രവാചകന്മാരെ പോലെയാണ്, നല്ല വാക്കുകളും സൗന്ദര്യമുള്ള ഇടപെടലുമായി ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അവരായിരിക്കും നമ്മുടെ ജീവിതമാകുന്ന മനോഹരമായ പൂന്തോട്ടത്തെ ചവിട്ടിമെതിച്ച് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ കുറേ പുഷ്പങ്ങൾ ഇനിയും പൂക്കാനുണ്ട്, അനേകർക്ക് സൗന്ദര്യം പകരാനുണ്ട്. പക്ഷേ ആരോ ഒരു മനുഷ്യനെ നിങ്ങൾ കടത്തിവിട്ട് ആ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. വ്യാജപ്രവാചകന്മാരും ഉള്ളിലെ നന്മ കെടുത്തിക്കളയുന്നവരൊക്കെ കുറച്ചകലം പാലിക്കണമെന്ന് ദ ഗോസ്പൽ പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം അകലം പാലിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാപത്തിൻ ശമ്പളം മരണമത്രേ, പാപത്തിനടിമയായി പോകുന്ന മനുഷ്യ, പാപത്തോടു വിട ചൊല്ലുമോ നീ? പാപത്തോടു വിട ചൊല്ലുമോ? പാപത്തിൻ ശമ്പളം മരണമത്രേ, പാപത്തിനടിമയായി പോകുന്ന മനുഷ്യ, പാപത്തോടു വിട ചൊല്ലുമോ നീ? പാപത്തോടു വിട ചൊല്ലുമോ? പാപിയെ രക്ഷിപ്പാൻ ക്രൂശിതനായ യേശുവേ നീ നോക്കിയിടുക. പാപിയെ രക്ഷിപ്പാൻ ക്രൂശിതനായ യേശുവേ നീ നോക്കിയിടുക.
സുഖങ്ങൾ തേടി ദൈവത്തെ മറന്നു പോകുന്നോരേ, മായയാം ലോകത്തിൻ സുഖങ്ങൾ തേടി ദൈവത്തെ മറന്നു പോകുന്നോരേ, ലോകം തരാത്തതാം ശാശ്വത ശാന്തിയേകാൻ യേശു നിന്നെ വിളിച്ചിടുന്നു. ലോകം തരാത്തതാം ശാശ്വത ശാന്തിയേകാൻ യേശു നിന്നെ വിളിച്ചിടുന്നു. യേശു നിന്നെ വിളിച്ചിടുന്നു. പാപത്തിൻ ശമ്പളം മരണമത്രേ, പാപത്തിനടിമയായി പോകുന്ന മനുഷ്യ, പാപത്തോടു വിട ചൊല്ലുമോ നീ? പാപത്തോടു വിട ചൊല്ലുമോ? മണ്ണോടു മണ്ണായി നീ നശിച്ചിടുമേ, ഇന്നതോർത്തു നീ കരയുന്നുണ്ടോ? മണ്ണോടു മണ്ണായി നീ നശിച്ചിടുമേ, ഇന്നതോർത്തു നീ കരയുന്നുണ്ടോ? ഇന്നു നിനക്കായി ശാശ്വത ശാന്തിയേകാൻ യേശു നിന്നെ വിളിച്ചിടുന്നു. ഇന്നു നിനക്കായി ശാശ്വത ശാന്തിയേകാൻ യേശു നിന്നെ വിളിച്ചിടുന്നു. യേശു നിന്നെ വിളിച്ചിടുന്നു. പാപത്തിൻ ശമ്പളം മരണമത്രേ, പാപത്തിനടിമയായി പോകുന്ന മനുഷ്യ, പാപത്തോടു വിട ചൊല്ലുമോ നീ? പാപത്തോടു വിട ചൊല്ലുമോ? പാപത്തിൻ ശമ്പളം മരണമത്രേ, പാപത്തിനടിമയായി പോകുന്ന മനുഷ്യ, പാപത്തോടു വിട ചൊല്ലുമോ നീ? പാപത്തോടു വിട ചൊല്ലുമോ?